ഈ വാർത്ത കണ്ടങ്ങൾ ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ സെക്രട്ടറി ആയി ഇരിക്കണ കോളേജിൽ 25,000 50,000 ഉറുപ്പ്യ വരെ കോഴ വാങ്ങണം കുട്ടികളടുത്ത് നിന്ന്, കുട്ടികളെ ബാപ്പാരടുത്ത് നിന്നാണ് മീഡിയ വണ് പുറത്തുവിട്ടത്. ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന മുസ്ലിം ലീഗിന്റെ അവിടുത്തെ മണ്ഡലം ഭാരവാഹികളെയും അണികളെയും ഇപ്പോൾ ശാന്തമാക്കി നിർത്താനുള്ള പല അടവുകളുമായിട്ടാണ് ലീഗ് നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത്. ആ സമയത്താണ് ഈ ഒരു വിഷയം സംസാരിക്കുന്നത്. ഏതാ നമ്മളെ നാട് നിങ്ങൾക്ക് അറിയോ? നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യണം. നമ്മളെ നാടിന്റെ അവസ്ഥ മനസ്സിലാക്കിങ്ങാണ്ടെങ്കിലും ഇത് ജനങ്ങളിൽ എത്തണം. ഇതൊക്കെ കപടതയല്ലേ? ഇതൊക്കെ കൊടുംപെട്ടല്ലേ? ഇതൊക്കെ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ +2 ബിരുദ സീറ്റുകൾ വർഷം തോറും 10,000 നമ്മളെ മക്കള് സീറ്റില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ മുഴുവൻ അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ ലീഗൊക്കെ നിയമസഭയിൽ പോയി ഇങ്ങനെ പ്രസംഗിക്കലുണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്, മലപ്പുറത്തിനോടുള്ള അവഗണന എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഈ കോലത്തിൽ കോഴ വാങ്ങി എന്നുള്ള ആ ഒരു സംഭവം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തന്നെ അതിന്റെ ഉള്ളുകള്ളികൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ എന്ത് പ്രതിബദ്ധതയാണ് ഈ സമൂഹത്തോട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൂടൊക്കെ നിങ്ങൾക്കുള്ളത്? കൊണ്ടോട്ടി EME ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിഷയമാണ് ഈ പറയുന്നത്. ഇന്നത്തെ വാർത്തയാണിത്. ഇത് മലപ്പുറത്ത്, മലബാറിലെയും ഈ കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഇവിടുത്തെ കുട്ടികൾ ഓരോ വർഷവും 10,000 കുട്ടികളാണ് ബിരുദ ഉപരിപഠനത്തിന് വേണ്ടി സീറ്റില്ലാതെ നെട്ടോട്ട് ഓടുന്നത്. എത്ര വീഡിയോ നമ്മൾ ചെയ്തിരിക്കണം. ആ നേരത്താണ് ഈ കോലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ലീഗിന്റെ മന്ത്രി അടക്കം സെക്രട്ടറി ആയി കുത്തിരിക്കണ കോളേജിന്റെ മാനേജ്മെന്റ് ആൾക്കാരെ കഴുത്തറുത്തുങ്ങാണ്ട് 25,000 50,000 വാങ്ങണത്. ശരിക്കും ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ നാടിന്റെ പൾസ് അറിയുന്ന, വേദന അറിയുന്ന, കുട്ടികളെ പ്രയാസം അറിയുന്ന, ഇപ്പൊ നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട് കുട്ടികൾ മുഴുവൻ ഡൽഹിയിൽ തെരുവിലാണ് അല്ലേ? ഇന്ന് മലബാറിൽ നടക്കുകയാണ് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ അടുത്തുനിന്ന് 25,000 50,000 ഉറുപ്പ്യ വെച്ച് വാങ്ങാന്ന് പറഞ്ഞാൽ ഇതും വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് ഇവർ ചെയ്യുന്ന കൊടും ക്രൂരതയല്ലേ? ജില്ലയിലെ വിദ്യാഭ്യാസത്തിന്റെ ഈ അവഗണനക്കും ഈ പരിതാപകരമായ അവസ്ഥക്കും എതിരെ ശബ്ദിക്കേണ്ട മുസ്ലിം ലീഗ് സ്വന്തം സ്ഥാപനത്തിൽ കോഴ വാങ്ങ അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളെ കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. സ്വന്തം സ്ഥാപനത്തിലെ സീറ്റുകൾ ലേലം വിളിക്കുക, ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി കൊടുത്തിട്ട് അഡ്മിഷൻ വാങ്ങാൻ കെൽപ്പില്ലാത്ത ലീഗുകാരെ വോട്ടർമാർ എങ്ങനെ അവരുടെ കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും? കാരണം അവർക്കും വേണമല്ലോ കോഴ. മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഉദാഹരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞുങ്ങാണ്ട് പിരിവ് നടത്തിയിട്ടൊക്കെ ജനങ്ങളിൽ നിന്നൊക്കെ പിരിച്ചുങ്ങാണ്ട് കയറ്റിയ ഇതേ സ്ഥാപനത്തിൽ അവരുടെ മക്കൾക്ക് പഠിക്കണമെങ്കിൽ 10,000 ലക്ഷങ്ങളും കോഴ തരണമെന്ന് പറയുന്നത് ഇത്തരം നാറിയ പരിപാടി എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? കുറച്ചൊക്കെ ഉസുറും പുളി ഉളുപ്പും വേണ്ടേ? ഉളുപ്പും മാനാവസാനം വേണ്ടേ? ഇപ്പൊ എന്താ കാട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തമായ ജനവികാരം, ജന എതിർപ്പുകൾ വന്നപ്പോ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നപ്പോ തൽക്കാലം അഡ്മിഷൻ നിർത്തി വെച്ചിക്കണെന്നും പറഞ്ഞിട്ട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയൊക്കെ ഇപ്പൊ നിങ്ങൾ പ്രതിഷേധം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സീറ്റിന്റെ ക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുള്ള ഈ നാട്ടില് സ്വന്തം സ്ഥാപനത്തിൽ സീറ്റ് കച്ചവടം നടത്തിയ ഈ ജനനേതാക്കന്മാരെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായ രംഗത്തെ തകിടം മറിക്കുന്ന ഇത്തരം നീചന്മാർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. ഈ കോലം അവഗണിക്കപ്പെടുന്ന നാട്ടില് ആകെയുള്ള സീറ്റ് നിങ്ങൾ കോഴ വാങ്ങുക, ഉളുപ്പ് വേണം, ഉസുറുംപുളി ഉളുപ്പും വേണം. ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഈ വിഷയം ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു.